പണ്ട് അച്ചമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ടേ, ഗുരുവായൂരപ്പനെ നമ്മളെ കാണാൻ തോന്നിയാലേ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എത്തൂ. അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാനും അഖിലേട്ടനും രാവിലെ തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ. സംസാരിച്ച് പോയതുകൊണ്ടായിരിക്കണം സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നത് എൻ്റെ കല്യാണത്തിനായതുകൊണ്ട് ഈ പ്രാവശ്യം അവിടെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ആ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ തിങ്ങി നിൽക്കുക. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കണം അന്നത്ര തിരക്കില്ലായിരുന്നു. സമാധാനമായി തൊഴാൻ പറ്റി. തൊഴുതിറങ്ങി വഴിയിലെ കടകളിലൊക്കെ ഒന്ന് എത്തി നോക്കി. ഒന്നും വാങ്ങിക്കില്ലെങ്കിലും എനിക്കിങ്ങനെ നോക്കി നടക്കാൻ നല്ല ഇഷ്ടമാട്ടോ. ഞാൻ കുറേ ഇങ്ങനെ നോക്കി നടക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ചിന് പ്ലാൻ ചെയ്ത് ലഞ്ച് കഴിക്കാനായി ദ മോസ്റ്റ് ഫേമസ് പഴയടം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. ഗുരുവായൂരിലേക്ക് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അഖിലേട്ടൻ ആദ്യം പറഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും പഴയടത്ത് പോകണമെന്നായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടുത്തെ പൈനാപ്പിൾ പച്ചടിയും കാളനും ഓലനും അവിയലും ഉപ്പേരിയും 3 തരം അച്ചാറും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചിട്ടോ. കുറേ കാലമായി ഇങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ടെന്ന് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ലഞ്ചിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചാവക്കാട് ബീച്ചിലോട്ട് വിട്ടു. കുറച്ച് നേരം അവിടെ തിരമാലകളൊക്കെ എണ്ണിങ്ങനെ നിന്നു. അടുത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. നല്ല മഴയായതുകൊണ്ട് കടലൊട്ടും ശാന്തനല്ലാത്തതുകൊണ്ടും കോസ്റ്റ് ഗാർഡ്സ് നമ്മളെ അടുത്തോട്ട് വിടുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കടല വറുത്തതും ഉപ്പിലിട്ടതൊക്കെ തിന്നങ്ങനെ നിന്നു. പിന്നെ മെല്ലെ വീട്ടിലോട്ട്.